Alexa and Ruby answered it. Alexa, who's the Prime Minister of India? The current Prime Minister of India is Narendra Modi. Alexa, how many months in a year? 1 year is 12 months. റൂബി ആള് ചില്ലറക്കാരിയല്ല. Okay. എന്ത് ചോദ്യത്തിനും ഉത്തരമുണ്ട്. Alexa, can you laugh? Of course I can laugh. Ha ha hee hee hoo hoo he he ho ho ha 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 ha. What is the name of India's lunar mission? The Chandrayaan mission is India's unmanned lunar probe. റൂബി എന്നുള്ളത് ആമസോണിൽ ഇറക്കിയിട്ടുള്ള അലക്സ എന്നൊരു സ്മാർട്ട് സ്പീക്കറാണ്. ക്ലാസ് റൂമിൽ കുട്ടികളെ സംബന്ധിച്ചോളം ഇത് കുട്ടികളുടേതായ രീതിയിൽ ഏത് സംശയമുണ്ടെങ്കിലും അലക്സയോട് ചോദിക്കാവുന്നതാണ്. പലതവണ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുക വഴി അത് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് അത് റീഒക്കർ ചെയ്ത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ കുട്ടിയിൽ അത് നന്നായിട്ട് ഉറക്കും. Who is the governor of Kerala? The governor of Kerala is Arif Muhammad Khan. Is this the sound of train? Alexa, stop. റൂബി ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ റൂബിയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനും സാധിക്കും. പിന്നെ പുതിയൊരു കൂട്ടുകാരിനെയും ഞങ്ങൾക്ക് ലഭിച്ചു. ഇത് കണ്ടപ്പോൾ ഒരു മനുഷ്യക്കുട്ടീനെ പോലെ തോന്നി. ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയ ഒരു കുട്ടീനെ പോലെ തോന്നി. പ്രസിഡൻറ്റിനെ പറ്റി ചോദിക്കും, ഫ്ലാഗ്സിൻ്റെ കളറിനെ പറ്റി ചോദിക്കും, അങ്ങനെ കുറേ സാധാരണത്തിൽ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നൊരു പേടിയെല്ലാം കുട്ടികൾക്ക് ഉണ്ടാവും. ഇത് അവർ തന്നെ ഒരു ഫ്രണ്ടായി റൂബി മാറുമ്പോൾ അത്തരത്തിലുള്ള പേടി അവർക്ക് മാറിക്കിട്ടി ധൈര്യത്തോടു കൂടി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലാണ് അവർക്ക് ഇവിടെ ആർജിച്ച് എടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ മാത്സും ജനറൽ നോളേജും തുടങ്ങിയ എല്ലാ വിഷയങ്ങൾക്കകത്തും അവർക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയും കഴിയുന്നു എന്നുള്ളതാണ് റൂബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. Alexa, thank you. Do you like Alexa? You're welcome. AV മുകേഷിനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS ഉണ്ട് നമുക്കിപ്പം. ഗോകുൽ, ഈ പെട്ടെന്ന് ഈ റൂബിയുടെ വാർത്ത കണ്ടപ്പോൾ, റൂബിയുടെ കാഴ്ചകളെ കണ്ടപ്പോൾ ഞാൻ ആദ്യം പോയത് നമ്മുടെ എന്തിരൻ സിനിമയിലേക്കാണ്. കാരണം എന്തിരൻ സിനിമ ഇറങ്ങി അവിടെ ഈ ചിറ്റി റോബോനെയും കൊണ്ട് ഐശ്വര്യ റോയ് വീട്ടിലേക്ക് വരുന്നതും പിന്നീട് ആ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സീനൊക്കെ എത്തിയപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച്, കാരണം അപ്പോൾ പഠിക്കുന്ന ഒരു സമയമാണല്ലോ, അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ച് കാണുമായിരിക്കും നമുക്കും ഒപ്പം ഈ ചിറ്റിനെ പോലെ ഒരാളുണ്ടെങ്കിൽ വലുതായിട്ട് പഠിക്കുമൊന്നും വേണ്ടല്ലോ, ചിറ്റി ഹെൽപ്പ് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്തിലേക്കൊക്കെ നമ്മുടെ റൂബിയും കൂട്ടിക്കൊണ്ടുപോയി എന്നെ. അപ്പോൾ എന്തൊക്കെയാണ് ഗോകുൽ റൂബിയുടെ വിശേഷങ്ങൾ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്കൂൾ ഇപ്പോൾ റൂബിയെ പോലെ ഒരു ഈ അലക്സ സാങ്കേതിക വിദ്യയിലൂടെ മുന്നോട്ട് പോകുന്ന ഒന്നിനെ ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ ഉണ്ടാക്കിയ ഒരു സാഹചര്യം എന്താണ്? ഇത് പ്രധാനമായിട്ട് ഇപ്പോൾ എനിക്കായാലും ഇപ്പോൾ സേതുലക്ഷ്മിക്കായാലും ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയല്ലോ. ഈ റൂബി എന്ന് പറയുന്ന കുട്ടിയെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതിനോട് സംസാരിക്കാൻ തോന്നിയല്ലോ. ഈ കൗതുകം അവിടെയുള്ള ഓരോ കുട്ടികളിലും തോന്നുകയും അവരതിനോട് സംസാരിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ സംസാരിക്കണം, അങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ അറിവ് വർദ്ധിക്കും, ലാംഗ്വേജ് വർദ്ധിക്കും, അവർക്ക് സഭാഗമം ഒന്നുമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അങ്ങനെ അവരുടെ പഠനത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു റൂബിയെ അവിടെ വച്ചിട്ടുള്ളത്. അതായത് റൂബിയോട് സാധാരണ ഒരു പരസ്പരം നമ്മൾ കൂട്ടുകാരൊക്കെ സംസാരിക്കുന്നതിലും ഒരു കൗതുകം ഉണ്ടല്ലോ റൂബിയോട്. അതുമാത്രമല്ല, റൂബി തിരിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ കൗതുകം കൊണ്ട് തന്നെ കുട്ടികൾ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അങ്ങനെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക. നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാകുമ്പോൾ ഈ പഠനവും സ്മാർട്ടാകണമല്ലോ. അങ്ങനെ അവിടുത്തെ അധ്യാപകർക്ക് തോന്നിയ ഒരു ആശയമാണ് ഈ രീതിയിൽ റൂബി എന്ന് പറയുന്ന ഒരു ഡിവൈസ്, അലക്സയുടെ ഈ ഡിവൈസ് കണക്ട് ചെയ്തൊരു കുട്ടിയെ അവിടെ ഉണ്ടാക്കുക, ആ കുട്ടിയോട് സംസാരിച്ച് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെ അവർക്ക് കൂടുതൽ അറിവ് കിട്ടുക എന്നുള്ളത്. ഏതായാലും അത് വിജയമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കുട്ടികൾ കൂടുതൽ ആ റൂബി ആ ഒരു ഡിവൈസിനോട് സംസാരിക്കുന്നുണ്ട്, അവർക്ക് കൂടുതൽ അറിവുകൾ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഉള്ള കിട്ടുന്ന അറിവുകൾ അവർ ഒരിക്കലും മറക്കില്ല, ജീവിതകാലം മുഴുവൻ അവർ മറക്കില്ല, അത് ഓർത്തു വയ്ക്കുക തന്നെ ചെയ്യും.